എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അപരിചിതരോട്, അതായത് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് സംഭാഷണം തുടങ്ങാൻ ആദ്യം നമ്മളുടെ പേര് പറഞ്ഞിട്ട് അവരോട് പേര് ചോദിക്കാം, അല്ലേ? അപ്പം നമ്മളുടെ പേരെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. അതായത് എൻ്റെ പേര് രശ്മി എന്നാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? വളരെ സിമ്പിളായിട്ടത് പറയാൻ ഐ ആം രശ്മി എന്ന് പറഞ്ഞാൽ മതി. ഐ ആം രശ്മി എന്ന് പറഞ്ഞാൽ ഞാൻ രശ്മിയാണ് എന്നാണ് മീനിങ്. ഇനി നിങ്ങളുടെയോ എന്ന് ചോദിക്കാൻ വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കാം. വാട്ട് അബൌട്ട് യു, നിങ്ങളുടെയോ എന്നാണ് മീനിങ്. സോ ഐ ആം രശ്മി, വാട്ട് അബൌട്ട് യു, എൻ്റെ പേര് രശ്മി എന്നാണ്, നിങ്ങളുടെയോ എന്നാണ് മീനിങ്. ഇനി പേരൊക്കെ പറഞ്ഞു കഴിയുമ്പം നമ്മൾ പറയത്തില്ലേ കണ്ടുമുട്ടിയതിൽ സന്തോഷം, അതിനെ യൂസ് ചെയ്യാവുന്ന ഫ്രേസാണ് നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു, അതായത് കണ്ടുമുട്ടിയതിൽ സന്തോഷം എന്നാണ് മീനിങ്. പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നത്, അല്ലേ? അപ്പം അതെങ്ങനെ ചോദിക്കും? ഡു യു സ്റ്റേ അറൗണ്ട് ഹിയർ, ഡു യു സ്റ്റേ അറൗണ്ട് ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് എന്നാണ്. സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുക, അറൗണ്ട് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് അല്ലെങ്കിൽ നിയർ ബൈ എന്നുള്ള മീനിങ് ആണ്. സോ ഡു യു സ്റ്റേ അറൗണ്ട് ഹിയർ, നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് എന്നാണ് മീനിങ്. അപ്പം നമ്മൾ പറയത്തില്ലേ ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, അതെങ്ങനെ പറയും? യെസ് ഐ സ്റ്റേ നിയർ ബൈ. യെസ് ഐ സ്റ്റേ നിയർ ബൈ. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, നിങ്ങളോ എന്ന് ചോദിക്കണം. അതെങ്ങനെ പറയും? ഐ സ്റ്റേ നിയർ ബൈ, വാട്ട് അബൌട്ട് യു? അതായത് ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, നിങ്ങളോ എന്നാണ് മീനിങ്. ഇനി നമുക്ക് പറയേണ്ടത് ഞാനിവിടെ അല്ല താമസിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണാൻ വന്നതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത് എന്ന് പറയാൻ ഐ ഡോണ്ട് സ്റ്റേ ഹിയർ എന്ന് പറയാം. ഐ ഡോണ്ട് സ്റ്റേ ഹിയർ, ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത് എന്നാണ് മീനിങ്. ഇനി നമുക്ക് പറയേണ്ടത് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബന്ധുക്കളെ കാണാനാണ് എന്നാണ്. സോ അതെങ്ങനെ പറയും? ഐ ഹാവ് കം ടു വിസിറ്റ് മൈ റിലേറ്റീവ്സ്. ഐ ഹാവ് കം ടു വിസിറ്റ് മൈ റിലേറ്റീവ്സ്. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. അപ്പോൾ ഇവിടെ ഹാവ് വന്നതുകൊണ്ട് എപ്പോഴും V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം കം, കെയിം, കം ആണ്. അതിലെ മൂന്നാമത്തെ V3 ഫോമായ കം ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഐ ഹാവ് കം ടു വിസിറ്റ് മൈ റിലേറ്റീവ്സ്. വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക, റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ. സോ ഞാൻ എൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കാനാണ് വന്നത് എന്ന് പറയാനാണ് ഐ ഹാവ് കം ടു വിസിറ്റ് മൈ റിലേറ്റീവ്സ്. ഇനി നമ്മൾ പുതിയൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പറയത്തില്ല ഇത് കണ്ടിട്ട് നല്ലൊരു പ്രദേശമാണെന്ന് തോന്നുന്നു, അതെങ്ങനെ പറയും? ഇത് കണ്ടിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ദിസ് സീംസ് ടു ബി എന്ന് പറയാം. ദിസ് സീംസ് ടു ബി. അപ്പം ഇത് കണ്ടിട്ട് നല്ലൊരു പ്രദേശമാണെന്ന് തോന്നുന്നു എന്ന് പറയാൻ ദിസ് സീംസ് ടു ബി എ നൈസ് ലൊക്കാലിറ്റി. ദിസ് സീംസ് ടു ബി എ നൈസ് ലൊക്കാലിറ്റി. നൈസ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പ്രദേശം എന്നാണ് മീനിങ്. ഇനി നമ്മളുടെ പ്രദേശത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ എനിക്ക് ഇവിടെ താമസിക്കുന്നത് വളരെ ഇഷ്ടമാണ്, അതെങ്ങനെ പറയും? യെസ് ഐ ലവ് സ്റ്റേയിങ് ഹിയർ. യെസ് ഐ ലവ് സ്റ്റേയിങ് ഹിയർ, അതായത് ഞാൻ ഇവിടെ താമസിക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് മീനിങ്. ഇനി കോൺവെർസേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പിന്നീട് കാണാം എന്ന് പറയണം. അതെങ്ങനെ പറയും? സി യു ലേറ്റർ. സി യു ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. സോ പിന്നീട് കാണാം എന്ന് പറയാനാണ് സി യു ലേറ്റർ. ഇനി നമുക്ക് പല ഫ്രണ്ട്സ് കാണും, അല്ലേ? ആ ഫ്രണ്ട്സ് തമ്മിൽ കാണണം എന്നില്ല. അപ്പം നമുക്ക് ചോദിക്കണം നീ എൻ്റെ ഫ്രണ്ട് അരുണിനെ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഹാവ് യു മെറ്റ് മൈ ഫ്രണ്ട് അരുൺ? ഹാവ് യു മെറ്റ് മൈ ഫ്രണ്ട് അരുൺ? അതായത് നീ എൻ്റെ ഫ്രണ്ട് അരുണിനെ കണ്ടിട്ടുണ്ടോ എന്നാണ് മീനിങ്. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, കാണുക എന്നുള്ള മീനിങ് ആണ്. അപ്പം മീറ്റിൻ്റെ 3 വേർബ് ഫോംസ് ആണ് മീറ്റ്, മെറ്റ്, മെറ്റ്. അതിലെ V3 ഫോമായ മെറ്റാണ് ഹാവ് വന്നുകൊണ്ട് യൂസ് ചെയ്യേണ്ടത്. ഹാവ് യു മെറ്റ് മൈ ഫ്രണ്ട് അരുൺ? നീ എൻ്റെ ഫ്രണ്ട് അരുണിനെ കണ്ടിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഇനി നമുക്ക് പറയേണ്ടത് കുട്ടിക്കാലം മുതൽ ഞങ്ങൾക്ക് പരസ്പരം അറിയാം എന്ന് പറയണം. അതെങ്ങനെ പറയും? വി ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്. വി ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്.
സിൻസ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ എന്നാണ്. നോൺ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പരസ്പരം അറിയാം എന്നാണ്. അപ്പം വി ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്. ഇനി നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കണം. അതായത് നിനക്ക് എങ്ങനെ അരുണിനെ അറിയാം? അതെങ്ങനെ ചോദിക്കും? ഹൗ ഡു യു നോ അരുൺ? ഹൗ ഡു യു നോ അരുൺ എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ അരുണിനെ അറിയാം എന്നാണ്. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഹൗ ഡു യു നോ അരുൺ എന്ന് ചോദിച്ചാൽ നിനക്ക് എങ്ങനെ അരുണിനെ അറിയാം എന്നാണ് മീനിങ്. ഇനി ഇങ്ങനൊരു ചോദ്യത്തിൽ നമുക്ക് പല രീതിയിൽ ഉത്തരം പറയാം. അതായത് ഇപ്പം നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, ഞങ്ങൾ ഒരുമിച്ച് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ പറയും? വി ഹാവ് വർക്ക്ഡ് ടുഗെദർ ഇൻ ദ സെയിം കമ്പനി. We have worked together in the same company. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക എന്നാണ്. അപ്പം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് ഹാവ് വർക്ക്ഡ് എന്ന് പറഞ്ഞത്. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ഇൻ ദ സെയിം കമ്പനി എന്ന് പറഞ്ഞാൽ ഒരേ കമ്പനിയിൽ. സോ വി ഹാവ് വർക്ക്ഡ് ടുഗെദർ ഇൻ ദ സെയിം കമ്പനി. ഞങ്ങൾ ഒരുമിച്ച് ഒരേ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി ഇങ്ങനെയും പറയരുതോ, ഞാൻ അവനെ ഒരു പൊതു സുഹൃത്ത് വഴിയാണ് പരിചയപ്പെട്ടത്. അതെങ്ങനെ പറയും? ഐ മെറ്റ് ഹിം ത്രൂ എ കോമൺ ഫ്രണ്ട്. ഐ മെറ്റ് ഹിം ത്രൂ എ കോമൺ ഫ്രണ്ട്. കോമൺ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പൊതു സുഹൃത്ത് എന്നാണ്. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നാണ്. മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. അപ്പം ഞാൻ അവനെ ഒരു പൊതു സുഹൃത്ത് വഴിയാണ് കണ്ടുമുട്ടിയത് എന്ന് പറയാനാണ് ഐ മെറ്റ് ഹിം ത്രൂ എ കോമൺ ഫ്രണ്ട്. ഇനി ഞങ്ങൾ ഒരേ സ്കൂളിലും കോളേജിലുമാണ് പോയത് എന്ന് പറയണം. അതെങ്ങനെ പറയും? വി വെൻറ്റ് ടു ദ സെയിം സ്കൂൾ ആൻഡ് കോളേജ്. വി വെൻറ്റ് ടു ദ സെയിം സ്കൂൾ ആൻഡ് കോളേജ്. വെൻറ്റ് എന്ന് പറയുന്നത് ഗോ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. അപ്പം പോയി എന്ന് പറയാനാണ് വെൻറ്റ് എന്ന് പറയുന്നത്. സോ വി വെൻറ്റ് ടു ദ സെയിം സ്കൂൾ ആൻഡ് കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ സ്കൂളിലും കോളേജിലും പോയി എന്നാണ് മീനിങ്. ഇനി നമുക്കിങ്ങനെ പറയണം, അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും കൂട്ടുകാരായതും. അതെങ്ങനെ പറയും? ദാറ്റ്സ് ഹൗ വി മെറ്റ് ആൻഡ് ബിക്കെയിം ഫ്രണ്ട്സ്. ദാറ്റ്സ് ഹൗ വി മെറ്റ് ആൻഡ് ബിക്കെയിം ഫ്രണ്ട്സ്. ദാറ്റ്സ് ഹൗ വി മെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എന്നാണ് മീനിങ്. ബിക്കെയിം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളായി എന്നാണ്. സോ അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും സുഹൃത്തുക്കളായതും എന്ന് പറയാനാണ് ദാറ്റ്സ് ഹൗ വി മെറ്റ് ആൻഡ് ബിക്കെയിം ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നിനക്ക് അവനെ വളരെ കാലമായി അറിയാം അല്ലേ? അതെങ്ങനെ ചോദിക്കും? യു നോ ഹിം സിൻസ് എ ലോങ് ടൈം റൈറ്റ്. യു നോ ഹിം സിൻസ് എ ലോങ് ടൈം റൈറ്റ്. അല്ലേ എന്ന് ചോദിക്കാനാണ് റൈറ്റ് എന്ന അവസാനം ചോദിച്ചത്. അപ്പം യു നോ ഹിം സിൻസ് എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ നിനക്ക് അവനെ വളരെ കാലമായി അറിയാം എന്നുള്ള മീനിങ് ആണ്. റൈറ്റ് എന്ന് ചോദിച്ചാൽ അല്ലേ എന്നാണ്. സോ യു നോ ഹിം സിൻസ് എ ലോങ് ടൈം റൈറ്റ് എന്ന് ചോദിച്ചാൽ നിനക്ക് അവനെ വളരെ കാലമായി അറിയാം അല്ലേ എന്നാണ് മീനിങ്. ഇനി അവൻ വളരെ നല്ല കുട്ടിയാണ്, എനിക്കവൻ്റെ മനോഭാവമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയണം. അതെങ്ങനെ പറയും? അവൻ വളരെ നല്ല കുട്ടിയാണെന്ന് പറയാൻ ഹി ഈസ് എ നൈസ് ബോയ് എന്ന് പറയാം. ഹി ഈസ് എ നൈസ് ബോയ്. അവൻ വളരെ നല്ല കുട്ടിയാണ് എന്നാണ് മീനിങ്. എനിക്ക് അവൻ്റെ മനോഭാവമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയണം. അപ്പം ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ ദ മോസ്റ്റ് എന്ന് പറയാം. ഐ ലൈക്ക് ഹിസ് ആറ്റിറ്റ്യൂഡ് ദ മോസ്റ്റ്. എനിക്ക് അവൻ്റെ മനോഭാവമാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് മീനിങ്. ഇനി നമ്മൾ സംഭാഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നിന്നെ കണ്ടുമുട്ടിയതിൽ അല്ലെങ്കിൽ നിന്നോട് സംസാരിച്ചതിൽ സന്തോഷം എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയാം? ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. അതായത് നിന്നോട് സംസാരിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് മീനിങ്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. പിന്നെ പോകാൻ നേരത്ത് ബൈ പറയാൻ നമുക്ക് പിന്നീട് കാണാം എന്ന് പറയാം. സി യു ലേറ്റർ. സി യു ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് കാണാം എന്നാണ്. അല്ലെങ്കിൽ ഉടനെ കാണാം എന്നാണെങ്കിൽ സി യു സൂൺ എന്ന് പറയാം. സി യു സൂൺ. സോ നമുക്ക് പരിചയമില്ലാത്തവരോട് എങ്ങനെ ഒരു സംഭാഷണം തുടങ്ങാം, അതേപോലെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.